കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് വിജയുടെ അവസാന ചിത്രമായിട്ടുള്ള ജനനായകൻ ഇതാ തിയേറ്ററിലോട്ട് എത്താൻ പോവുകയാണ്. ജനുവരി 9 തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോഴും പ്രേക്ഷകർ വളരെയധികം വിഷമത്തോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കാരണം എന്തെന്ന് നോക്കിയാൽ വിഷമം വരെയുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഞെട്ടാനുള്ള ഒരു കാരണം എന്തെന്ന് നോക്കിയാൽ അദ്ദേഹത്തിന്റെ അവസാന ചിത്രം ഒരു റീമേക്ക് ആയിരിക്കും പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. ബാലയ്യ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിരുന്നു ഭഗവൻ കേസരി എന്ന് പറയുന്ന സിനിമ. ബാലയ്യയോടൊപ്പം തന്നെ ഗാച്ചർ അഗർവാൾ, ശ്രീലീല തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ തമിഴ് പതിപ്പായിരിക്കും ജനനായകനെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റിൽസും സോങ്ങും അവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ ചിത്രം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടുകറിയേണ്ടി വരും. തമിഴും തെലുങ്കുമായിട്ടാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ ഒരുക്കുന്നത്. എസ് വിനോദാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അനിരുദ്ധാണ് സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിത്രത്തിന്റെ റെക്കോർഡുകൾ പറയാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് ഫസ്റ്റ് ഡേ തന്നെ 100 കോടി എക്സ്പെക്ട് ചെയ്യുന്ന ചിത്രം അത്രത്തോളം വലിയ തുകകൾ റീമേക്ക് ആണെങ്കിൽ നേടുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾ കേട്ടൊക്കെ. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് വിജയ് നായകനായിട്ടുള്ള ജനനായകൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.